ഹലോ ഗൈസ്, വിദ്യാസ്വരാജ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഇന്നൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്, വേറൊന്നുമല്ല, ഇന്ന് സ്കൂൾ ഓപ്പണിംഗ് ഡേ ആണ്. അപ്പം ഇന്നത്തെ വ്ളോഗ് എന്ന് പറയുന്നത് അതാണ് കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. ബാക്കി ഇവിടെയുള്ള 3 പേരും നല്ല ഉറക്കമാണ്. ഇന്നിപ്പോൾ രാവിലെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇന്നത്തെ ക്ലൈമറ്റ്. മഴയില്ല കണ്ടോ, ഭയങ്കര തെളിമാനം ഒന്നുമല്ല, പക്ഷെ മഴ പെയ്യുന്നില്ല. മഴ പെയ്യുമായിരിക്കും, പക്ഷെ ഇപ്പം എന്തായാലും പെയ്യാനുള്ള സാധ്യത കാണുന്നില്ല. അങ്ങനത്തെ ഒരു ക്ലൈമറ്റാണ്. രക്ഷപ്പെട്ടു. ഞാൻ വിചാരിച്ചു ഇന്നലെ കുറച്ചുകൂടെ മഴ തോർന്ന് നിന്നപ്പോൾ ഇന്ന് എന്തായാലും രാവിലെ തകർക്കും എന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഴപ്പമില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ സ്കൂളിൽ പോകാനുള്ള ഒരു നല്ലൊരു ക്ലൈമറ്റ് രാവിലെ തന്നതിന് ദൈവത്തിന് നന്ദി പറയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോയിലേക്ക് പോകാം. ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പാചകപ്പുരയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഉച്ചവരലേ ഉള്ളൂ, പ്രവേശനോത്സവമാണല്ലോ സ്കൂളുകളിൽ. അപ്പം ഇന്ന് ഉച്ചവരെ ഉള്ളൂ. അപ്പോൾ എന്തായാലും ലഞ്ച് കൊടുത്തു വിടണ്ട. അപ്പം എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് മാത്രം ഉണ്ടാക്കിയാൽ മതി കേട്ടോ. അപ്പം അങ്ങനെ അത്രയും ജോലി കുറവുണ്ട്. പിന്നെ അപ്പം ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് ദോശമാവ് ഇവിടെ പൊട്ടിച്ചൊഴിക്കുകയാണ്. പിന്നെ ഞാൻ ജോലി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ചമ്മന്തിപ്പൊടി ഇൻസ്റ്റൻറ്റ് വാങ്ങി വെച്ചിട്ടുണ്ട് ആച്ചിയുടെ. അതാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണിച്ചത്. അപ്പോൾ എനിക്ക് ദോശ മാത്രം ഉണ്ടാക്കിയാൽ മതിയല്ലോ. ഓരോരോ എളുപ്പ വഴികൾ കണ്ടെത്തുന്നത് എല്ലാ വീട്ടമ്മമാരും ഇങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. പക്ഷെ ഞാൻ എപ്പോഴും ഇങ്ങനെ അല്ല കേട്ടോ. കറി ഞാൻ ഉണ്ടാക്കാറുണ്ട്. പിന്നെ ഇന്ന് 9:15 തന്നെ അവിടെ എത്തണം എന്ന് പറയുന്നത്. ഇവിടുന്ന് ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എത്തുന്നതുകൊണ്ട് എത്ര ജോലി കുറഞ്ഞിരിക്കും അത്ര എളുപ്പമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കേട്ടോ. പക്ഷേ ഞാൻ കഴിച്ചു, അത് നിങ്ങൾക്ക് കാണാം, വീഡിയോ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ മാവ് കലക്കാണ് കേട്ടോ. മാവ് കലക്കി ഉടനെ ദോശ ചുടുന്നൊന്നുമില്ല. മാവ് കലക്കി ഞാനത് അവിടെ വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇനി വേറെ ഇതിൻ്റെ ഇടയ്ക്ക് കുറേ പരിപാടികളുണ്ട്. പക്ഷേ ഇപ്പം ഇനി നമുക്ക് മാവ് കലക്കി അടച്ച് വയ്ക്കാവേ. സാധാരണ ഈ സമയത്ത് ഞാനോട്ട് എഴുന്നേറ്റ് കരയുന്നതാണ്. ഇന്ന് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് കേട്ടോ. നമുക്ക് വെള്ളം തിളപ്പിക്കാനായിട്ട് വയ്ക്കാം. കാരണം എന്നാലേ ആച്ചോട്ടം പോകുന്നതിന് മുമ്പ് വെള്ളം കറക്റ്റ് ഒരു ചൂടിൽ നിൽക്കത്തുള്ളൂ. വെള്ളം അവിടെ തിളക്കട്ടെ. നമുക്കിനി അടുത്തതായിട്ട് ചായ ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് പാല് ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ. കാരണം എന്താണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കും, എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണാം. ഇവിടെ ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ മാത്രമേ ചായ കുടിക്കാറുള്ളൂ, അതെൻ്റെ ഹസ്ബൻഡ് മാത്രമാണ്. ഞാനൊരു ചായ പ്രേമിയൊന്നുമല്ല. അപ്പോൾ ഒരാൾക്കുള്ള ചായ മതി. അതുകൊണ്ടൊരു ചെറിയ പാത്രത്തിൽ ഒരു അരക്കവർ പാലൊഴിച്ചിട്ട് ഞാൻ ചായ ഇടുന്നത് കേട്ടോ. അതിൻ്റെ ആവശ്യമുള്ളൂ. പിന്നെ എനിക്ക് എപ്പോഴെങ്കിലും തോന്നുകയാണെങ്കിൽ എനിക്കിങ്ങനെ അങ്ങനെ ഇരിക്കുമ്പോൾ തോന്നും ഒരു ചായ കുടിക്കണം, കട്ടൻ ചായ കുടിക്കണം എന്നൊക്കെ തോന്നുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യും. പക്ഷെ സ്ഥിരമായിട്ട് ഞാൻ ചായ, കാപ്പി, കട്ടൻ ചായ ഇതൊന്നും ഉപയോഗിക്കുന്ന ആളല്ല കേട്ടോ. കൊച്ചിലെ തീരില്ലായിരുന്നു. ഇപ്പം പിന്നെ ഇടയ്ക്കൊക്കെ തോന്നുമ്പോൾ ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കുടിക്കാറുണ്ട്. ഇന്നെനിക്ക് ചായ ഞാൻ തന്നെ ഒഴിച്ചപ്പോൾ എനിക്ക് ചെറുതായിട്ട് തോന്നി. പിന്നെ അപ്പം ഇനിയിപ്പം ദോശ ചുടാൻ പോവാണ്. മാവിപ്പം ഒരു വിധം ഉപ്പൊക്കെ പിടിച്ച് സെറ്റായി കാണാം. അപ്പം ദോശ ചുട്ട് തുടങ്ങാം. ദോശ ചുടുമ്പം നല്ല ക്ഷമ ആവശ്യമാണെന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, എനിക്ക് കുറച്ച് വെപ്രാളത്തിൽ പെട്ടെന്ന് കിട്ടണം അങ്ങനെയൊക്കെ എടുക്കുമ്പം അത് വല്ലാതെ ചുരുണ്ടൊക്കെ പോകും. പിന്നീടാണ് ഇതിൻ്റെ ഒരു ട്രിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്തത്. ഇങ്ങനെയുള്ള ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമോ? അങ്ങനെ ഇപ്പം ഞാനതിന് ക്ഷമയോടെ നിന്ന് പയ്യെ തീയൊക്കെ കറക്റ്റ് അളവിലൊക്കെ ഇട്ട് എങ്ങനെ എടുക്കണം എന്നൊക്കെ ഉള്ളത് ഞാനിപ്പം ഒരു ട്രിക്കിൽ പഠിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ദോശ ഉണ്ടാക്കി. അതെ, ഇന്നെനിക്ക് ചായ കുടിക്കാൻ തോന്നിയെന്ന് ഞാൻ പറഞ്ഞല്ലോ, അതിൻ്റെയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. ഒരു 1/4 ഗ്ലാസ് ചായ, അത്രേ ഉള്ളതല്ല കേട്ടോ. പിന്നെ ഇതൊക്കെ ബുക്കൊക്കെ പൊതിഞ്ഞ് വെച്ചിരിക്കുകയാണ് അച്ഛനെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. ഇന്നലെ രാത്രി ചേട്ടൻ ഉറങ്ങാതിരുന്ന് പൊതിഞ്ഞതാണ് കേട്ടോ. പാവം, ഞാൻ ആ പരിസരത്തേക്ക് പോയില്ല. ഓക്കെ, അപ്പോൾ അവനുള്ള സാധനങ്ങളൊക്കെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊന്ന് വരാന്ത ഒന്ന് തൂത്ത് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു.
മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ ചേറൊക്കെ പിടിച്ച് വല്ലാണ്ട് കിടക്കുമായിരുന്നു. അപ്പം അവിടേക്ക് ഒന്ന് തൂത്ത് വൃത്തിയാക്കിയില്ലെങ്കിൽ ഇത് ഒരു ഇതല്ലേ. അപ്പോൾ അതുകൊണ്ട് തൂത്ത് വൃത്തിയാക്കി വീണ്ടും ഞാൻ എൻ്റെ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്നറിയാമോ? ഇനി ആച്ചുമോനുള്ള പാല് തിളപ്പിക്കാൻ പോവാണ്. അപ്പം പാല് തിളപ്പിക്കാൻ വെച്ചു. ഇനി അതവിടെ നിന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും ആച്ചുക്കുട്ടൻ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. 3rd സ്റ്റാൻഡേർഡ് സ്റ്റുഡൻ്റ് ആണ്. ഇന്ന് മുതൽ എൻ്റെ കൊച്ച് 3rd സ്റ്റാൻഡേർഡിലേക്കാണ് പോകുന്നത്. പെട്ടെന്ന് വലുതായി അച്ചു. ഇതാ എന്ന് പറയുന്നതിന് മുമ്പേ 3rd സ്റ്റാൻഡേർഡായി. അച്ചു ആയപ്പം സ്കൂളിൽ പോയി തുടങ്ങുന്നതുകൊണ്ട് ചെറിയൊരു കൊഞ്ചിക്കുഴയിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ സാധാരണ തനിയാണ് പല്ല് തേക്കാറ്. ഇന്ന് അമ്മ തേപ്പിച്ച് തരുമോ എന്ന് ചോദിച്ച് പുറകെ നടക്കുന്നു. ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ പിന്നെ പാവമില്ല, എനിക്കെന്ത് മുഖം നോക്കിയപ്പോൾ പാവം തോന്നി. അങ്ങനെ ഞാൻ ചെയ്തു കൊടുത്തു. നമ്മൾ കുളിക്കാൻ പോവാണ്. അപ്പോൾ സ്കൂൾ കുട്ടി കുളിച്ചൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി അവന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കണം. അപ്പം അവൻ കഴിച്ചു തുടങ്ങി. അപ്പോഴേക്കുണ്ടല്ലോ അടുത്ത ആൾ ഉണർന്ന് കരഞ്ഞു. പിന്നെ പോയി എടുത്തുകൊണ്ട് വന്ന് ഞാൻ ഒന്ന് വീഡിയോയിൽ കാണിക്കാമെന്ന് പറഞ്ഞ് എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. വീഡിയോയിൽ തന്നെ നോക്കുന്നുണ്ട്. പിന്നെ എന്താന്ന് മനസ്സിലാകുന്നില്ല, ഇങ്ങനെ നോക്കിയിരിക്കുക. ചിരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഉറക്ക ക്ഷീണം വിട്ട് മാറിയിട്ടില്ല കുഞ്ഞിന്. ഇതെന്താണെന്നറിയാമോ? കുഞ്ഞിനെ പല്ല് തേപ്പിക്കുന്ന ബ്രഷാണ് കേട്ടോ. ഞാൻ ഇത് ഫസ്റ്റായിട്ടാണ് കാണുന്നത്. പിന്നെ അപ്പം ഇന്ന് മുതൽ 1 വയസ്സ് കഴിഞ്ഞില്ല, അപ്പം അവന് പല്ലും വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പല്ല് തേപ്പിച്ച് തുടങ്ങണമെന്ന് വിചാരിച്ചു അങ്ങനെ മേടിച്ചതാണ് കേട്ടോ. പക്ഷേ ഇത് കൊള്ളാം. നമ്മുടെ ഇതിനിടയ്ക്ക് ഇവിടുത്തെ ക്യാമറമാൻ ചെയ്യുന്ന പരിപാടികളാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ ഈ ബ്രഷ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ വിരലിലേക്ക് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ മൂർച്ചുള്ള ബ്രഷൊന്നുമല്ല, ഭയങ്കര സോഫ്റ്റാണ്. അതിങ്ങനെ ഈ പേസ്റ്റ് കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ പേസ്റ്റല്ലേ ഉപയോഗിക്കാവൂ. അപ്പം അതും വാങ്ങിയായിരുന്നു. അപ്പം ഇതിങ്ങനെ നമ്മുടെ വിരലിലേക്ക് ഇട്ടിട്ട് ഇങ്ങനെ പയ്യെ തേച്ച് കൊടുക്കണം. അങ്ങനെയാണ് ചെയ്യുന്നവർക്കറിയായിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് ഫസ്റ്റ് ടൈമാണ് പരീക്ഷിക്കുന്നത്. ആദ്യമായിട്ട് യാനൂട്ടൻ പല്ല് തേക്കാൻ വേണ്ടി പോവാണ്. എങ്ങനെയാവുമെന്ന് നിങ്ങൾ കണ്ടോളൂ. അപ്പോൾ ആദ്യമൊക്കെ അവൻ ഇത് തുടങ്ങിയപ്പോഴത്തേക്കും ഒരു ചിരിയൊക്കെ തന്നായിരുന്നു. പിന്നെ ആയപ്പം ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല. ആ പേസ്റ്റിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടിയിട്ടാണെന്ന് തോന്നുന്നത്, ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര വഴക്കായിരുന്നു, സമ്മതിച്ചില്ല കേട്ടോ. ഞാൻ പല പണികളും നോക്കി, പക്ഷേ രക്ഷയില്ല. പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ട് പിന്നെ അതങ്ങ് നിർത്താമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ കൂടുതൽ നിർബന്ധിച്ച് ഫസ്റ്റ് ടൈമല്ലേ, അപ്പോൾ അവനെ കൂടുതൽ കരയിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ ആ പരിപാടി അങ്ങ് സ്റ്റോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. വെറുതെ കരയിക്കണ്ടല്ലോ. അപ്പോൾ ഇതിങ്ങനെ ഈ ബ്രഷ് യൂസ് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ അവർ തന്നെ ഒരു ഇത് തരും, അതിനകത്ത് ഇട്ട് വെക്കണം. അതാണ്. അപ്പോൾ ഇനി ആച്ചുക്കുട്ടനെ ഒരുക്കാൻ പോവാണ്. സാധാരണ ഇടയ്ക്കൊക്കെ മാത്രമേ ഞാനിങ്ങനെ യൂണിഫോം ഇട്ട് കൊടുക്കാറുള്ളൂ. ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാൻ യൂണിഫോം ഇട്ട് കൊടുക്കുന്നതാണ്. അല്ലെങ്കിൽ യൂണിഫോം അവൻ തനിയെ ഇട്ടോളും കേട്ടോ. ഇപ്പോൾ തനിയെ കുളിക്കാനും തുടങ്ങിയിട്ടുണ്ട് ഏകദേശം. പക്ഷേ ഇവൻ കുളിച്ചിട്ട് വരുമ്പോൾ എനിക്കത് കാണുമ്പോൾ അത്ര തൃപ്തിയാവില്ല. അപ്പം ഞാൻ കുളിപ്പിക്കാൻ ചെല്ലുമ്പോൾ പറയും, അമ്മ പൊയ്ക്കോ ഞാൻ കുളിച്ചോളാം അങ്ങനെയൊക്കെ പറയും. അങ്ങനെ അപ്പം അപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടുകൊണ്ട് നല്ല ഭയങ്കര അഭിപ്രായക്കാരനാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അഭിപ്രായമൊക്കെ പറയും ഓരോ കാര്യങ്ങൾക്ക്. അതൊക്കെയാണ് അവൻ്റെ ഒരു സ്റ്റൈലെന്ന് പറയുന്നത്. അപ്പം ഇനിയിപ്പോൾ അടുത്തത് ഇനി യൂണിഫോമിൻ്റെ ഓരോ ഇതായിട്ട് ഇനി അടുത്തത് യൂണിഫോം നിക്കറിടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ടൈ ഇടുന്നുണ്ട്. അത് കഴിഞ്ഞ് സോക്സ് ഇടുന്നുണ്ട്, ഷൂ ഇടുന്നുണ്ട്. പിന്നെ ഒന്ന് ആലോചിക്കുമ്പോൾ ഈ ഒരു കുഞ്ഞായിരിക്കുന്ന സമയത്തല്ലേ നമുക്കിതൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അവരാവശ്യപ്പെടുകയും ചെയ്യുള്ളൂ. ഇപ്പോഴല്ലേ, കുറച്ച് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ അവരിതിനൊന്നും നമ്മളും പോവില്ല, അവരും നമ്മളെ അടുപ്പിക്കില്ല. അപ്പോൾ ഈ ഒരു ടൈമിൽ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളൊരിത് എനിക്ക് അങ്ങനെയും തോന്നും. ചില നേരം എനിക്ക് തോന്നും എല്ലാം തനിയെ ചെയ്യട്ടെ എന്ന് തോന്നും. എന്തല്ലേ. അപ്പോൾ എല്ലാം യൂണിഫോമൊക്കെ ഇട്ടിട്ട് ഇനി ഷൂ ഇടാൻ പോവാണ്. ആനൂട്ടനിപ്പം നടക്കാൻ തുടങ്ങിയത് കൊണ്ട് വലിയ കുഴപ്പമില്ല. അല്ലെങ്കിൽ ഇങ്ങനെ ബെഡിൽ നിന്ന് വീഴുമോ എന്നൊക്കെ ഉള്ളൊരു പേടിയാണ് ഇവൻ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ. ഇതിപ്പം അവിടെ
ടോയ്സ് ഇരിപ്പുള്ളതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് അവൻ അവൻ്റെ കാര്യം നോക്കിക്കോളും. അതുകൊണ്ട് ഇപ്പോൾ ഒരു സമാധാനമുണ്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട്. പിന്നെ ഇപ്പോൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാലും ഇപ്പോൾ നമുക്കൊരു സിഗ്നൽ തരും, ഒരു അലേർട്ട് തരും, ഒരു ചെറിയൊരു കരച്ചിൽ അല്ലെങ്കിൽ ഒരു സൗണ്ട് ഉണ്ടാക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്യും. അപ്പോൾ അവന് തന്നെ അറിയാം തനിയെ ഇറങ്ങാൻ പാടില്ല, അങ്ങനെയൊക്കെ ഒരിത് അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് ഒരു സമാധാനമുണ്ട്. എന്നാലും പുറകെ ഓടണം. എൻ്റെ ഓട്ടത്തിന് കുറവൊന്നുമില്ല. എന്തിലൊക്കെയാണ് ചെന്ന് പിടിക്കാനും പറയാൻ പറ്റില്ല. ഏറ്റവും ഇഷ്ടം സ്വിച്ചിട്ട് കളിക്കാനാണ്. അതിന് സമ്മതിക്കാതിരിക്കുമ്പോൾ ഭയങ്കര ദേഷ്യമാണ്. അപ്പം കുരുത്തക്കേടൊക്കെ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് വരട്ടുമ്പോൾ ഇങ്ങോട്ടൊക്കെ വരട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ആനൂട്ടൻ്റെ പരിപാടികളെന്ന് പറയുന്നത്. എന്നാലും കുഴപ്പമില്ല. അച്ചൂസാണ് കുറച്ചും കൂടെ എല്ലാം ചെയ്തു കൊടുക്കണം അങ്ങനത്തെ ഒക്കെ ഒരു ഇത് കൂടുതലുള്ളത്. ഇവന് എന്തെങ്കിലും ഇപ്പോൾ പാൽക്കുപ്പി തന്നെ ബോട്ടിൽ പിടിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവന് എല്ലാം ഇങ്ങനെ ടോയ്സ് ഉണ്ടെങ്കിൽ അവൻ കളിച്ചോളും, വെറുതെ കരഞ്ഞുകൊണ്ടിരിക്കില്ല, അങ്ങനെ ഒന്നുമില്ല. അതാണ് ഇവർ തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ഞങ്ങളിത് ഇറങ്ങി കേട്ടോ, പിള്ളേരൊക്കെ റെഡി ആക്കിയതിന് ശേഷം. ഇന്ന് പ്രവേശനോത്സവം ആയതുകൊണ്ട് ഞാനും കൂടെ പോവാണ് കൊണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ ഇനി സ്കൂളിൽ ചെന്നിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. പ്രവേശനോത്സവം കാണാൻ അടിപൊളിയല്ലേ, എനിക്കിഷ്ടമാണ് അങ്ങനെ കാണാനായിട്ട്. അപ്പം ഈ ആച്ചൂട്ടൻ പഠിക്കുന്നത് ഞാൻ മുമ്പത്തെ വ്ളോഗിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഭയങ്കര നൊസ്റ്റമാണ്. കാരണം ഞാൻ പഠിച്ച സ്കൂളാണ്, എൻ്റെ സ്വന്തം സ്കൂളാണ്. മീൻസ് അത്രയും കണക്റ്റഡാണ് എനിക്ക് ആ സ്കൂളുമായിട്ട്. ഈ സ്കൂളിലാണ് എന്നെ ഒരുപാട് വളർത്തിയത്, ഒരുപാട് പ്രോത്സാഹിപ്പിച്ചത്. എൻ്റെ മോൻ അവിടെ പഠിക്കുമ്പോഴും ഇതുപോലെ ഇങ്ങനെ പോകുമ്പോഴും എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സ് ഇപ്പോഴും അവിടെ ഉണ്ട്. അവരൊക്കെ ഇടയ്ക്ക് കാണാറുണ്ട്. അപ്പം അതൊക്കെ എനിക്ക് ഭയങ്കര നൊസ്റ്റമാണ്. സ്കൂളിൻ്റെ മുറ്റത്തെ വീണ്ടും കാല് കുത്താൻ പറ്റി. എൻ്റെ ഞാൻ പഠിച്ചത് ഇതേ സെയിം ബിൽഡിങ്ങിൽ തന്നെയാണ്. ഞങ്ങളുടെ ക്ലാസ്സുകളൊക്കെ തന്നെയാണ് അവരും പഠിക്കുന്നത്. ഞങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് ക്ലാസ്സൊക്കെ പൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിവിഷൻ കൂടുതലാക്കിയപ്പോൾ അതെല്ലാം ഓപ്പൺ ചെയ്തു. അപ്പോൾ ആച്ചിമോൻ പിന്നെ അവിടെ ചെന്ന് ഫ്രണ്ട്സിനെ കണ്ടപ്പോഴേക്കും പിന്നെ ആളാകെ മാറി കേട്ടോ. പിന്നെ അവൻ വേറൊരാളാണ്. അപ്പം ഇതൊക്കെ തന്നെയാണ്. നല്ല രസമായിരുന്നു. പിന്നെ നമ്മുടെ ഹെഡ് മിസ്ട്രസ് മാറി, പഴയ സിസ്റ്റർ മാറി, ഇപ്പം പുതിയ സിസ്റ്റർ വന്നിട്ടുണ്ട്. പിന്നെ അപ്പം സിസ്റ്റർ പരിചയപ്പെടുത്തുന്നുണ്ട്. പിന്നെ കുട്ടികൾ ഭയങ്കര ആക്റ്റീവായിട്ട് എല്ലാ കാര്യത്തിനും നിൽക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമല്ലേ. നമ്മളും പഴയ കാലത്തേക്ക് പോവും. പ്രത്യേകിച്ച് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണും, ഞാൻ എവിടെ പഠിച്ച ആളായതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഒരു ഫീലിങ്സ് കൂടുതലാണ്. ഞാൻ ഓടി നടന്ന വരാന്തയാണ് ആ കാണുന്നതൊക്കെ. ഇപ്പോഴേ ചേട്ടനെ കൊണ്ടാക്കിയിട്ട് അനിയൻ്റെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാനുള്ള തീരുമാനത്തിലാണ്. അവൻ നടന്നിട്ട് വരട്ടെ എന്ന് ഞാനും വിചാരിച്ചു. ഒന്ന് ആ കയ്യിൽ നിന്ന് വിട്ടാൽ ഇപ്പം ഓടടാ ഓട്ടം. ആച്ചസ് കുറച്ച് പൊതുവെ ഒരു ഒതുങ്ങിയ അങ്ങനത്തെ ഒരു ടൈപ്പാണ്. പക്ഷേ ആനൂട്ടൻ കുറച്ച് ആക്റ്റീവ്, ഭയങ്കര ഇതാണെന്ന് തോന്നുന്നു. അവൻ്റെ ഒരു ആക്ടിവിറ്റീസൊക്കെ കണ്ടിട്ട് തോന്നുന്നത് അങ്ങനെയാണ്. കുറച്ചും കൂടെ ഒരു ആക്റ്റീവാണെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ വികൃതിക്കാരനായിരിക്കും എന്നും തോന്നുന്നു. കാരണം ഇളയ ആളാണല്ലോ, അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇളയവർക്ക് കുറച്ച് വികൃതി കൂടുതലാണെന്ന്. ഞാൻ ഒരു ഫണ്ണിന് വേണ്ടി പറയുന്നതാണ് കേട്ടോ. ഇളയവർ കേൾക്കുന്നുണ്ടെങ്കിൽ ആർക്കും ഒന്നും തോന്നരുത്. ഞാനൊട്ടൻ്റെ ഒരു ഇത് കണ്ടിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. പ്രവേശനോത്സവമൊക്കെ എല്ലാ മക്കളും അടിച്ചു പൊളിച്ചു എന്ന് വിശ്വസിക്കാം. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.